PSC ചെയർമാന്റെ ശമ്പള വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് സമരത്തിലേക്ക് ഇന്ന് PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തും. വിവരങ്ങളുമായി ആർ റോഷിപാൽ ചേരുന്നു. ആർ റോഷിപാൽ, PSC ചെയർമാന്റെയും PSC അംഗങ്ങളുടെയും KV തോമസിന്റെയും സർക്കാർ ലീഡർമാരുടെയും ഒക്കെ ശമ്പളം കൂട്ടിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്കാണോ? അതിന്റെ ആദ്യ സൂചനയാണോ ഇത്? പ്രത്യേകിച്ച് ഈ വേതന വർധനവിലെ വിവേചനം കത്തിച്ചു നിർത്താനാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? ഡോക്ടർ അരുൺകുമാർ, ഈ വിഷയങ്ങൾ സർക്കാരിനെതിരെ ഇപ്പോൾ ഉയരുന്ന വിവിധ പ്രതിഷേധങ്ങൾ അത് ആളിക്കത്തിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തു. അതിന്റെ സൂചനയാണ് യൂത്ത് കോൺഗ്രസ് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ഈ ശമ്പള വർധനവ് എതിരെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇങ്ങനെ ഒരു സമരം തന്നെ തീരുമാനിച്ചത്. മാത്രമല്ല, ഇതിന് തൊട്ടുപിന്നാലെ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നുണ്ട്. ഇന്ന് PSC അംഗങ്ങളുടെ ശമ്പള വർധനവിനെതിരെ PSC ആസ്ഥാനത്തേക്ക് 12 മണിക്കാണ് മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇന്നലെ സംസ്ഥാന നേതൃയോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്നലെ ഓൺലൈനായി ചേർന്നാണ് അടിയന്തരമായി സമരത്തിലേക്ക് ഇറങ്ങാനുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് സമരത്തിലേക്ക് ഇറങ്ങുന്നത്. നിയമസഭാ സമ്മേളനം ഇടവേളയ്ക്ക് ശേഷം 3-ന് തുടങ്ങും. അതുകൊണ്ട് സഭയിലടക്കം ഈ വിഷയങ്ങൾ ശക്തമായി ഉയർത്താനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ സമരം തുടങ്ങുന്നത്. ഇന്ന് സമരത്തിന്റെ തുടക്കമാണ്. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ഈ ശമ്പള വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ച സംസ്ഥാന വ്യാപക സമരത്തിനുള്ള തയ്യാറെടുപ്പും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ ഇന്നത്തെ സമരത്തെ കാണേണ്ടി വരും. അതിന് പിന്നാലെ തിങ്കളാഴ്ച ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഷി, യഥാർത്ഥത്തിൽ ഈ ആശാവർക്കർമാരുടെ സമരം സർക്കാരിന്റെ തലവേദനയായി മാറുകയാണ് അല്ലേ? പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനോട് എതിരെ സമരം ചെയ്യാൻ ഡൽഹിയിലേക്ക് വരൂ എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ പറഞ്ഞതുമൊക്കെ സമൂഹത്തിൽ വളരെ പരിഹാസ്യമായിട്ടാണ് ആളുകൾ എടുത്തിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി കേരളത്തിൽ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ച് സമരരംഗത്തേക്ക് വന്നാൽ ആശാവർക്കർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാതെ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് സർക്കാർ എത്തുമെന്ന് തോന്നുന്നു. എന്നാലും യൂത്ത് കോൺഗ്രസ് അവർക്ക് പൂർണ്ണ പിന്തുണയാണ്, പ്രതിപക്ഷം പൂർണ്ണ പിന്തുണയാണ് ആശാവർക്കർമാർക്ക് നൽകിയിരിക്കുന്നത് അല്ലേ? ഡോക്ടർ അരുൺകുമാർ, ആശാവർക്കർമാർ നടത്തുന്ന സമരം ന്യായമാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം അതിനെ കൂടുതൽ ശക്തമായി പിന്തുണ. അതിനപ്പുറത്തേക്ക് അതൊരു ആയുധമാക്കി തന്നെ പ്രതിപക്ഷം ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലേക്കും പോകുന്ന സമയമാണ്. അതുകൊണ്ട് സർക്കാരിനെതിരെയുള്ള ഇത്തരം സമരങ്ങൾ അത് സ്വാഭാവികമായും പ്രതിപക്ഷം ഏറ്റെടുക്കും. എന്നാൽ പോലും ആശാവർക്കർമാരുടെ സമരം പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് പങ്കാളിത്തം കൂടെയുണ്ടായി. അത് ഇന്നലെ കണ്ടതാണ്. മഹാസംഗമത്തിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ആശാപ്രവർത്തകർ എത്തിയതാണ്. മാത്രവുമല്ല, ആശാപ്രവർത്തകർ സാധാരണ ജനങ്ങളുമായുള്ള ബന്ധമുണ്ട്, നിരന്തരം ബന്ധപ്പെടുന്നവരാണ്. അവരുടെ ഒരു പ്രയാസം അത് സാധാരണ ജനങ്ങൾ അത് മനസ്സിലാക്കുകയും അതൊരു വികാരമായി മാറുകയും ചെയ്യുന്നു എന്ന വിലയിരുത്തൽ പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഉയർത്തിയ ഈ വേതന വർധനവ് എന്ന ആവശ്യത്തിനൊപ്പം നിന്ന്, അല്ലെങ്കിൽ പെൻഷൻ എന്ന ആവശ്യത്തിൽ ഈ വിരമിക്കുമ്പോൾ ആനുകൂല്യം ഉൾപ്പെടെ ആ ആവശ്യങ്ങളിലൊക്കെ ഉറച്ച് അവർ സമരത്തിൽ തുടരുമ്പോൾ അതിനൊപ്പം നിന്ന് അത് ആയുധമാക്കി അത് നിയമസഭയിൽ ഉൾപ്പെടെ കൊണ്ടുവരും. 3-ാം തീയതി സഭ തുടങ്ങുമ്പോൾ, ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുമ്പോൾ അവിടെയുള്ള പ്രധാന ആയുധമാകും. സർക്കാരിന് ഇത് വലിയൊരു തലവേദനയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധനമന്ത്രി പണമില്ല എന്ന് പറയുമ്പോഴും എങ്ങനെയെങ്കിലും സമരം തീർത്തില്ലെങ്കിൽ അത് പ്രതിപക്ഷം ഏറ്റെടുത്ത് ഇതിന് പിന്തുണയുമായി പ്രതിപക്ഷവും തെരുവിലിറങ്ങിയാൽ അത് സർക്കാരിന് പിന്നീട് വലിയ തലവേദനയാകും. അത് വലിയ തിരിച്ചടി ശരിയാണ്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് സമരത്തിനൊരുങ്ങുന്നു. PSC ആസ്ഥാനത്തേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. ഇന്ന് 12 മണിക്കായിരിക്കും. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തിങ്കളാഴ്ചയും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുകയാണ്. ഇതിൽ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ആശാവർക്കർമാർ ചേച്ചിമാർക്കൊക്കെ നമ്മുടെ സമൂഹത്തെ ചെറിയ രീതിയിലെങ്കിലും സ്വാധീനിക്കാൻ കഴിയും. അവരുടെ വർത്തമാനങ്ങളിൽ ഈ സർക്കാർ എന്താണ് ഈ ചെയ്യുന്നത് എന്നൊരു ചോദ്യം പ്രസക്തമാണല്ലോ.